വെൽക്കം ടു ബിഗ് ബോസ് 6. ഇന്ന് 85-ാം ദിവസം, അതായത് 85th ഡേ ആണ് ഇന്ന് സംഭവങ്ങളൊന്നുമില്ല. ലാലേട്ടൻ പറഞ്ഞു ഒരുപാട് സർപ്രൈസൊക്കെ എന്ന് പറഞ്ഞു. നോറ പുറത്ത് പോയി തിരിച്ച് രക്ഷയായിട്ട് കയറി. അതെല്ലാം കഴിഞ്ഞ് നോറയ്ക്ക് മനസ്സിലായി എല്ലാവരും ടാർഗറ്റ് ചെയ്യാണ്, അവരോട് സംസാരിക്കാമെന്നാണ്. പക്ഷേ ആർക്കുമില്ല, അതിൽ മുഖത്ത് നല്ലോണം കാണാണ്ടായിരുന്നു ജാസ്മിന് തീരെ തൃപ്തി ഇല്ലായ്മ. ഇപ്പോൾ ഇന്ന് നടന്നത് ജാസ്മിനും ജിൻറ്റോത്തിന് പൊരിഞ്ഞാടിയ, വേറെ ഒന്നുമല്ല. ജാസ്മിൻ പറയാണ്, എനിക്ക് ഈ എന്താണെന്നില്ല, ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നു. ഇങ്ങനത്തെ വേളയിൽ എനിക്ക് ഞാൻ ഗബ്രിയെ ഭയങ്കര മിസ് ചെയ്യുന്നു. ഗബ്രി ഉണ്ടായിരുന്നു, ഒരുപാട് സപ്പോർട്ടായിരുന്നു. ഇവിടെ ഭയങ്കര എന്തോ നടക്കുന്നത്, ഗബ്രി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ആ സപ്പോർട്ട് കുറേ കണ്ടു. ഗബ്രി ആ സപ്പോർട്ട് കണ്ട് ജാസ്മിനും ഗബ്രിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയൊക്കെയാണ് പോലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര പേർക്കാണ് മുന്നാക്ക, അഫ്സൽ, പിന്നെ ഗബ്രി, അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇന്ന് ജിൻറ്റോടത്ത് കാലത്ത് എന്താ വളരെ ക്വൈറ്റ് സംസാരിക്കുന്നു. അവർക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ ആംലെറ്റ് ഊട്ടി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ എടുക്കുന്നു. പിന്നെ എന്തിനതൊക്കെ സംസാരിക്കുന്ന ആവശ്യമില്ല. ഇതൊന്നും ആ കഴിഞ്ഞ ടോപ്പിക്കാണ്. ഇത് ഗെയിമാണ്. ഈ ഗെയിമിൽ ഇതൊന്നും ടോപ്പിക് എടുത്ത് കാണില്ല. അവൾ ജാസ്മിൻ പറഞ്ഞാൽ ഇത് എൻ്റെ മെടുക്കാണ്, ഗബ്രി ഇവിടെ നിൽക്കുകയാണ്, ഗബ്രി ഇവിടെ പോയതും അത് എൻ്റെ മെടുക്കാണ്, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അവൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ പഴയ കാര്യങ്ങൾ വീണ്ടും ഒരു ടോപ്പിക് ഉണ്ടാക്കും. ഇത് അറിയുന്നത് ഇതിൻ്റെ എത്ര നെഗറ്റീവ് പോകുന്നുള്ളത് കാര്യം. ജാസ്മിൻ പറഞ്ഞു ഇതെനിക്ക് ഇങ്ങനെ ഞാൻ മിസ് ചെയ്യുന്നു. അപ്പോൾ ടക്കുന്ന് ജിൻറ്റോ പറഞ്ഞു അത് വേണ്ട, ഇപ്പോൾ തൻ്റെ പാരൻസും ഇവിടെ വന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, ഇനി ആ കാര്യം എടുക്കരുത്, അതവിടെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ഇവിടേക്കുള്ള നല്ല ഗ്രാഫാണ് പോകുന്നു. അത് അങ്ങനെ ഗ്രാഫെല്ലാം തന്നെ കാണിച്ച്, അപ്പോൾ ആ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഴയ കാര്യം വീണ്ടും എടുത്തിട്ട് അത് ഗ്രാഫ് കമ്മിയാകില്ല, അത് നിനക്കന്നേ മോശം, നീ ഓരോ ദിവസം പറയുമ്പോൾ നിനക്ക് നെഗറ്റിവിറ്റി വരുള്ളൂ. അത് പറഞ്ഞപ്പോൾ അങ്ങ് ജാസ്മിന് കത്തി, തീരെ അങ്ങ് സഹിച്ചില്ല. തുടങ്ങിയില്ലേ രണ്ടും കൂടെ ഫയർ. പിന്നെ അങ്ങനെ പോരായ്മകളായ ജിൻറ്റോ നുണയനാണ്, ജിൻറ്റോ പറയുന്നത് ശരിയല്ല, ജിൻറ്റോനെ സംസാരിക്കാനുള്ള കഴിവില്ല, 4 പേരുടെ ഇടയിൽ സംസാരിക്കാനുള്ള യാതൊരു കഴിവില്ല, അതാ മാന്യമായ സംസാരിക്കാനുള്ള യാതൊരു കഴിവില്ലാത്ത, കേൾപ്പില്ലാതെ കേപ്പബിലിറ്റി ഇല്ല, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ജാസ്മിന് 4 പേരുടെ ഇടയിൽ സംസാരിക്കുന്നത് ഇതാണോ? ജാസ്മിൻ സംസാരിക്കുന്ന 4 പേരുടെ ഇടയിൽ ഇതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അത് ഒരു സംസാരിക്കുന്ന വേർഡ്സിന് ഒരു മാന്യത, ഒരു റെസ്പെക്റ്റ് ഒന്നുമില്ല. എടുത്ത് വാരാണ് വേർഡ്സിന്. എത്ര ചീപ്പ് വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഒരു ചെറിയ കാലം സംസാരിച്ചു അത് നോർമൽ സംസാരിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. അത് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത്രയേ വേണ്ടു. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 2 പേരിരിക്കുകയാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കുക? പതുക്കെ വോയിസ് ലോ ചെയ്ത് ആ വേർഡ്സ് യൂസ് ചെയ്യുന്ന മര്യാദ വേർഡ്സ് യൂസ് ചെയ്തിട്ട് സംസാരിക്കുക, അത്രയുള്ളൂ. അവിടെ ഫിനിഷായി, ടോപ്പിക് ഫിനിഷായി. അങ്ങനെയാണ്, ശരിയാണെന്ന് പറഞ്ഞത്, അവിടെ കഴിഞ്ഞു. അല്ല പഴയ കാര്യം ശരിയല്ലേ, പഴയ കാര്യം പറയാൻ പാടില്ല, അതവിടെ പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അത് തർക്കിക്കുക അറിയാം, ജാസ്മിൻ സ്വയം അറിയാം. അത് ജാസ്മിന് നന്നായിട്ട് അറിയാം. അത് എനിക്ക് കാരണം ജാസ്മിൻ പുറത്ത് പോയി അപ്പോൾ അറിയാം. ജാസ്മിൻ്റെ പെരുമാറ്റത്തിൽ, അതേപോലെ മുഖഭാവത്തിലും, അതേപോലെ എന്താ പറയുക, ഫീലിങ്സ് കൊണ്ട് നന്നായി പ്രേക്ഷകർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജാസ്മിൻ എല്ലാം കിട്ടുന്നത്, എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നത്, അതിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ജാസ്മിൻ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിടേണ്ട ആവശ്യമില്ല. ഞാൻ പ്യുവറാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് പ്യുവറാണെന്ന് പുറത്ത് വന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് ഇവിടെ അതിനെക്കൊട്ട് അടി കൂടേണ്ട ഒരു ആവശ്യമില്ല. അതിനെ ചൊല്ലി അങ്ങനെ വലിച്ച് വീരി. ഇനി കുറച്ച് ദിവസം 15 days ഉള്ളൂ. ഇനി 15 ദിവസം കഴിഞ്ഞു, 85 ദിവസമായി. ഇനി 15 ദിവസം മാത്രമേ ഉള്ളൂ. ഇതിൽ ആരൊക്കെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇവിടെ അടികൂടേണ്ട ആവശ്യമില്ല. കാരണം ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടർ കില്ലിങ്, ക്യാരക്ടർ ബിൽഡിങ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി റിസൾട്ടിന് വേണ്ടി മാത്രം അത് റിസൾട്ട് പ്രേക്ഷകരെ കലക്കുന്നത്. ഇനി 2 ദിവസം ഒന്നുമില്ല, ആവേണ്ടതെല്ലാം കഴിഞ്ഞു. അതുപോലെ ജിൻറ്റോ ഉള്ള കാര്യം പറഞ്ഞുള്ളൂ, ഇനി ആവേണ്ട അത്രേ ഉള്ളൂ. അത് ഫ്രണ്ടായിട്ട് എടുക്കേണ്ടതെന്ന് കഴിഞ്ഞു, എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ കൂടുതൽ പറയുമ്പോൾ ജിൻറ്റോ കൂടുതൽ വർഷമുള്ള, അത് ജിൻറ്റോ മാത്രമല്ല, അവിടെ ഇന്ന് കാലത്ത് സിജോയും സായും 2 പേരും സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ കാര്യം എടുത്ത് സംസാരിക്കുന്നത് ഒരാവശ്യമില്ല, അത് പറയേണ്ട ആവശ്യമില്ല. അത് എന്തിനാണ് പറയുന്നത്? ഇപ്പോൾ ഇത്രയും ദിവസം ഇല്ലാത്തത് ഇന്ന് സിജോയും സായും എന്തുകൊണ്ടാണ് പുറത്ത് ഗാർഡനിൽ സെറ്റ് ചെയ്തിരുന്നിട്ട് 2 പേരും പറ്റി സംസാരിക്കുന്നത്? അത് അവർക്ക് കൂട്ടുകെട്ട് മോശമായിരുന്നു, ജാസ്മിൻ്റെയും ഗബ്രിയുടെയും. അത് ഇങ്ങനെയാണ്, അങ്ങനെ ഇത്ര മോശമായി പോയി, അങ്ങനെ ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇപ്പോൾ അവർ കംപ്ലീറ്റ് ജാസ്മിൻ്റെ നെഗറ്റിവിറ്റി എടുത്ത് പറയണം. കാരണം ആ കഥ എല്ലാം മറന്നു പോയിരിക്കും എല്ലാവരും. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന ജനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് വോട്ട് ഡിഫറൻസ് വരുത്താറുണ്ട്. അപ്പോൾ സിജോയിൻ്റെയും സായുടെയും കളി എന്ത് കളിയാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിജോയും സായും നന്ദനും ചേർന്നിട്ട് അവിടെ ഗൂഢാലോചന ലാസ്റ്റ് ആ നന്ദനെ ഔട്ടാക്കിയത് കഥയും. നന്ദനയ്ക്ക് ഇതൊന്നും അറിയില്ല. പക്ഷേ നന്ദന വീഡിയോ കാണുകയാണെങ്കിൽ നന്ദനയ്ക്ക് മനസ്സിലാവും നന്ദനെ ടാർഗറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് ജിൻറ്റോക്കെതിരെ യൂസ് ചെയ്ത് പിന്നെ പുറത്താക്കിയ കഥ എല്ലാം നന്ദന ശരിക്കും വീഡിയോ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതാണ് ഇവരാണ് കളിച്ചതെന്ന്.
അതേ ആൾക്കാർ ഇന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ജിൻറ്റോയും ജാസ്മിൻ സംസാരിക്കുമ്പോൾ ഒന്നും മിണ്ടാട്ടില്ല, ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞ പ്രശ്നമാണ്. ഒന്നും മിണ്ടിയില്ല. ലാസ്റ്റ് വയ്ക്കും അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഋഷി ഉണ്ടായിരുന്നു, നോറ ഉണ്ടായിരുന്നു, സായി ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും കേൾക്കുക, മിണ്ടാണ്ട് കേട്ടോടിക്കുക. കേൾക്കാനില്ല. കാരണം ജാസ്മിനോട് സംസാരിച്ച കാര്യമില്ല. അത് അവൾ ഫയർ ചെയ്തു. ആ ഫയറിൽ ഒരു വൃത്തിയില്ല. അത് ശൂന്യമാണ് ആക്ച്വലി സംസാരിക്കുന്നത്. കാരണം 23 വയസ്സിൻ്റെ തിളപ്പ് മാത്രമേ ഉള്ളൂ. ഒരു 23 വയസ്സായ ഒരു യുവതി, പെൺകുട്ടിയാണ്, കല്യാണം കഴിച്ച പെൺകുട്ടി സംസാരിക്കുന്ന മാന്യത, ഒരു ലാംഗ്വേജ് ഒന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഫസ്റ്റ് പോകേണ്ടത് എന്താ പറയുക, ട്യൂട്ടോറിയൽ ക്ലാസ്സിനാണ്. എങ്ങനെയാണ് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്, ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെ രീതിയാണ്. അങ്ങനെ ഒരു ലാലേട്ടൻ്റെ മുന്നിൽ പോലും കൊഞ്ചിതാണ് സംസാരിക്കുന്നത്. ഇത്രയും വലിയൊരു ഹോസ്റ്റ് ലാലേട്ടൻ. ഹീസ് അവാർഡ് കിട്ടിയ ആളാണ്, പത്മഭൂഷൺ കിട്ടിയ ആളാണ്, ഒരു അവാർഡിയാണ്, ഒരു ആർമി ഓഫീസറാണ്, ഒരു ലെജൻഡാണ്. അവരുടെ മുന്നിലൊക്കെ നിന്നിട്ട് സംസാരിക്കുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഷ ശൈലി, ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഗസ്റ്റർ, അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇന്ന് സോഷ്യൽ മീഡിയ ഇട്ട് പെരുമാറുണ്ടല്ലോ, അത് ലാലേട്ടൻ സംസാരിക്കുന്നത് അത് പറഞ്ഞതാണോ അതോ ക്ഷേണോ ആണോ എന്ന് ആംഗ്യങ്ങൾ കൊണ്ട്. അപ്പോൾ അത്രയും ഈവൻ മീഡിയ, സോഷ്യൽ മീഡിയ അല്ല, ചാനൽസ് പോലും, ഫ്ലവർ TV, എന്തൊക്കെയൊക്കെ പല TV ഈ ഹാസ്യ ചാനലുകളൊക്കെ വന്നിട്ട്, TV ഹാസ്യ ചാനൽ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ജാസ്മിൻ പോയി കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും സത്യാവസ്ഥ എന്നുള്ളത്. ഇവിടെ നിന്ന് മനസ്സിലാവണില്ല. മനസ്സിലാക്കിയിട്ട് മതി സംസാരിക്കാൻ. ആക്ച്വലി ജാസ്മിന് 23 വയസ്സ്, ഇനി പക്വത കാണിച്ചില്ലെങ്കിൽ വളരെ മോശമാണ്. ഈ കുട്ടികളെയും ഈ മൊബൈൽ വേൾഡ് അല്ല ഈ ലോകം.